ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും 2 സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ച് നൈറ്റ് ആകുമ്പോൾ നല്ല ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാന്. കുറച്ചുകൂടി കഴിയും, കാരണം ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. നൈറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടെ തണുപ്പായി മാറും. അപ്പോൾ എന്തായാലും ആ ടൈമിലോട്ടേക്ക് സെറ്റ് ചെയ്യാം നല്ല ഫുഡ്. നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാം, എന്തായാലും ഇപ്പം 1 ഡേ അല്ലേ ഉള്ളൂ. അപ്പോൾ മൊത്തം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടില്ലേ, ഇവിടുത്തെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ള അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു ഫോർട്ട് ഉണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, നമ്മൾ ചുമ്മാ അങ്ങ് ഇറങ്ങി ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോൾ എന്താണെന്നുള്ളത് അകത്ത് പോയിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. ബെർഡിയസ് എല്ലാം ലുത്വാനിയനിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നൊരു പിടി കിട്ടുന്നില്ല. ഇത് പഴയ ഫോർട്ടാണോ? വാട്ട് ഈസ് ദിസ് ബ്രോ? മ്യൂസിയം? ഓ, സോ ഗൈസ്, ഇത് നാഷണൽ മ്യൂസിയം ആണ്. സോ ഡു വി ഹാവ് ടു പേ സംതിങ്? അതിൻ്റെ അകത്തേക്ക് കയറാൻ 15 യൂറോ വേണമെന്ന് പറയുന്നത്. 15 യൂറോ വേണം. വീഡിയോയും ഫോട്ടോയും ക്യാമറയും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാനാണ്? അത് ഇല്ലാതെ നമ്മൾ അതോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മെയിൻ ലക്ഷ്യം വെച്ചാൽ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അല്ലേ, വ്ളോഗ് എടുക്കുക, നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ഒരു പരിപാടിയാണല്ലോ. അതില്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകാമെന്ന് വിചാരിച്ച്. ഗൈസ്, നമ്മളിപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള കത്തീഡ്രൽ വന്നിട്ടുണ്ട്. പക്ഷേ അകത്ത് മറ്റേ കുർബാന നടക്കുവാണ്. അപ്പോൾ നമുക്കകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാനുള്ള പരിപാടി പറ്റൂലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട് തോന്നുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നോക്കാം ഇതിൻ്റെ വീഡിയോ പിന്നെ എടുക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവരുടെ കുർബാന നടക്കുന്ന സമയമാണ്, എല്ലാവരും കയറുന്നുണ്ട്. അകത്ത് പള്ളിയിലച്ഛനൊക്കെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരുപാട് സ്കൾപ്ചേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടോ? സ്കൾപ്ചേഴ്സൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്ത് വെച്ച് കൊള്ളാം. നല്ലൊരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെ ഉണ്ട് ഇതിൻ്റെ സംഭവം. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വിചാരിക്കുമ്പോഴത്തേക്കും മഴ പെയ്തു പോയി. അപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് അകത്തോട്ട് കയറി. നോക്കട്ടെ, മഴ ഒന്ന് ഒതുങ്ങാണെന്നെ പുറത്തോട്ട് ഇറങ്ങാം. നല്ല തണുപ്പുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല മഴ പെയ്യും എന്നുള്ള സംഭവം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്തോട്ടെ തണുപ്പുണ്ടായിക്കോട്ടെ, അതെല്ലാം കുഴപ്പമില്ല. പക്ഷേ ഈ തണുത്ത കാറ്റടിക്കുമ്പോഴല്ലോ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഭയങ്കര സംഭവമാണ്. പക്ഷെ അതെന്തായാലും നോക്കാം, നമുക്ക് അടുത്ത ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കത്തീഡ്രൽ. ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു നിർവൃതി തന്നെയാണ് സംഭവം. സൈഡിലുള്ള സ്കൾപ്ചേഴ്സും ഇതൊക്കെ ഏത് സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചരിത്രമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ചരിത്രമൊന്നും അറിയില്ല. ചരിത്രം അറിയാതെ പൊട്ടന്മാരായിട്ട് ഒരു സ്ഥലം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതന്നെ. എന്തായാലും കൊള്ളാം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഇനിയും ട്രാവൽ ചെയ്യും, ഇനിയും സ്ഥലങ്ങൾ കാണണം. ഓക്കെ, ഈ ചങ്ക് സോ ഗൈസ്, അതായിരുന്നു കത്തീഡ്രൽ. ജസ്റ്റ് അകത്ത് കുർബാന നടക്കുകയാണ്. അപ്പോൾ അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴുള്ള പറ്റുന്ന പോലെ എടുത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വിൽനെസ്സിൽ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അടുത്തുള്ളൊരു മാളിലോട്ട് നടക്കുകയാണ് തപ്പിൽ. കാരണം നല്ല വെതറും ഒക്കെ തണുപ്പുണ്ട്, പക്ഷേ ഈ കാറ്റും കൂടി വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജാക്കറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പാൻറ്റിൽ നമ്മൾ തെർമൽസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ അടുത്തുള്ളൊരു 6 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു മാളുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വാമപ്പ് ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മളിതാ മാളിൻ്റെ അകത്തെത്തി. കുഴപ്പമില്ലാത്തൊരു മാളിൽ, നമ്മൾ തൃശ്ശൂരുള്ള ഒരു സിറ്റി സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു ടൈപ്പ് ഒരു മാള്. ഈ ഓൾഡ് ടൗണിലുള്ള മാളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ചെറിയ മാളായിരിക്കും. നമ്മുടെ റിഗയിലകത്ത് ജി മാൾ എന്ന് പറഞ്ഞ പോലെ ഉണ്ട്, അതുപോലത്തെ ഒരു ചെറിയൊരു മാള്. എന്നാലും കുഴപ്പമില്ല, ഒരു വാമപ്പ് ആവാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിന് കൊള്ളാം. ഇതൊക്കെയാണ് പരിപാടികൾ. ഇത് കണ്ടോ, ചെറിയൊരു മോള്. മുകളിൽ ജിമ്മാണ്.
ഇത്രേ ഉള്ളൂ സംഭവം, ചെറിയൊരു മോള്. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മോളിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷായി പോയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഇങ്ങനെ ഫുഡ് കോർട്ടിൽ പലതര ഫുഡുകൾ, അർജൻറ്റീനൻ ഫുഡ്, കബാബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെയുള്ള ഒരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയുള്ള ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ഫ്രൈഡ് റൈസ് ടൈപ്പ് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അറിയാം, ഇവിടെ ലിത്വാനിയയിൽ വന്നിട്ട് ഫ്രൈഡ് റൈസ് ആണോ കഴിക്കുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ നമ്മളൊരു സ്നാക്ക് പോലെ രണ്ടുപേരും കൂടെ ഒരെണ്ണം മേടിച്ചിട്ട് തൽക്കാലം കഴിക്കണം. ഉച്ചയ്ക്ക് നമ്മൾ സാൻഡ്വിച്ച് അതുപോലെ തന്നെ അങ്ങനെ ജസ്റ്റ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് മേടിച്ച് കഴിച്ചതാണ്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. പുറത്ത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ ഓക്കെ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ചാർജപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാധനമൊക്കെ കഴിച്ചത്. ഒന്ന് കഴിക്കാം. പിന്നെ നൈറ്റിൽ അത്യാവശ്യം ഇവിടുത്തെ ഒരു ഫുഡ് ഡിഷ് നല്ല ഡെലിക്കസി പോയി കഴിക്കണമെന്നുണ്ട് നല്ല റെസ്റ്റോറൻറ്റിൽ. സോ നോക്കാം നമുക്ക്. I got a headache, man. Yeah. What is the opinion about the trip until now? Maybe we take after we eat. Timing. It's working now. So guys, ഫുഡ് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് വരാം എന്തായാലും. ഓക്കെ, ഇതങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു. സംഭവം നൈസായിരുന്നു, കൊള്ളാം സംഭവം. നമ്മളൊരു ഫ്രൈഡ് റൈസ് പോലത്തെ ഫ്രൈഡ് റൈസ് തന്നെ തോന്നുന്നുണ്ട്. ഫ്രൈഡ് റൈസിൽ മുട്ടയും ചിക്കനും ഇതൊക്കെ ഇട്ടിട്ട് ആ സോസൊക്കെ കുട്ടിയടിക്കാൻ നല്ല കിടിലൻ സെറ്റപ്പായിരുന്നു. നല്ല കൊള്ളാം. ഇത് ഇവിടുത്തെ ഒതൻറ്റിക് ഫുഡൊന്നുമല്ല, ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലെ ഏഷ്യൻ റെസ്റ്റോറൻറ്റിലെ ഫുഡാണ്. പക്ഷെ എന്നാലും ഫുഡ് കൊള്ളായിരുന്നു. സോ അജീം, what is the opinion about our trip until now? It's good. Bit rainy plus wind. It's make more colder. But yeah, food is good. New food. Like It's Asian food. it's good compared to Riga. It's good. Maybe next time we just try something in Poland. How will be our trip? Like go to Kaunas, stay there, then to Warsaw. 2 hours. Yeah, we just plan like that. Let's see how was the thing goes. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കൗനസ്, അതായത് ഈ ലിത്വാനിയ തന്നെ വേറൊരു സിറ്റിയാണ് കൗനസ്. അവിടെ പോയി ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട്, കാരണം ലിത്വാനിയ കഴിഞ്ഞിട്ടാണ് പോളണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ അടിച്ചിട്ട് ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് കറങ്ങി കൗനസ് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ പോളണ്ട് പോകുന്നതാണ് പറഞ്ഞത്. അടുത്ത പോളണ്ടിൽ പോയി നോക്കാം അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ വെതർ ഇച്ചിരി പണിയായിപ്പോയി, അതാണ് പ്രശ്നം. അതൊരു മഴ അപ്പോൾ നോക്കുമ്പോൾ മറ്റേ ഇന്ന് വാർണിംഗ് കിടപ്പുണ്ട് വിൻഡിൻ്റെ. നമ്മളതൊന്നും നോക്കിയില്ല, നമ്മളങ്ങ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറി വന്ന്. പക്ഷേ വിൻഡിൻ്റെ വാർണിംഗ് ഉണ്ട്, പുറത്ത് നിൽക്കാൻ പറ്റില്ല. വിൻഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പ് എന്തെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വിൻഡായി കഴിഞ്ഞാൽ ഇച്ചിരി സീനാണ്, അതാണ് പ്രശ്നം. പിന്നെ ഇത് കണ്ട മറ്റേ നമ്മുടെ പാരീസിലൊക്കെ അങ്ങനെ പൂട്ടിയിട്ടിടുന്ന നമ്മൾ കണ്ടില്ലേ, അതുപോലത്തെ എന്തോ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഉള്ളൊരു ഇതാണ്. ഇവിടെ ഒരു ചെറിയൊരു പാലമൊക്കെ ആയിട്ട് ഉള്ള പരിപാടിയാണ്. കണ്ട ഇങ്ങനെ പുറകിൽ ഒരു ചെറിയൊരു കായൽ പോലെ ഒക്കെ ആയിട്ട് കൊള്ളാം എന്തായാലും. ഇത് കണ്ട ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ നിന്നിട്ട് ഒരു ചേച്ചി ഇത് താഴെ ഇരിപ്പുണ്ട് ഒരു ഊഞ്ഞാലിൻ്റെ മുകളിൽ. എന്തായാലും കിടിലം. ഇതിങ്ങനെ കയറിയിരിക്കുക, അങ്ങനെ അതിലൂടെ പയ്യെ നടന്നങ്ങോട്ട് കയറിപ്പോണ്ടി വരും. കൊള്ളാം എന്തായാലും, അടിപൊളി പരിപാടി. ഇത് ഞാൻ സുജിത് ഭക്തൻ്റെ ഒരു വ്ളോഗിൽ ഇത് വേറൊരു കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ എന്തോ സംഭവം, അതായത് നമ്മുടെ ഒഫീഷ്യൽ കൺട്രി അല്ല, ലിത്വാനിയയിലെ അകത്ത് തന്നെ വേറൊരു കൺട്രി പോലെ അവർ അൺഒഫീഷ്യലായിട്ട് ഒരു പാലം കടന്നു കഴിഞ്ഞാൽ വേറെ കൺട്രിയാണ് മറ്റേ നമ്മൾ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ നോക്കട്ടെ എന്തായാലും. യെസ് ഗൈസ്, ഇതത് തന്നെ സംഭവം. റിപ്പബ്ലിക് ഓഫ് ഉസോപ്പിയ എന്ന് പറഞ്ഞിട്ട് ഒരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു കൺട്രി ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുക സംഭവം. ഒരു അബാൻഡഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടോ, അങ്ങോട്ടേക്ക് ആ ഒരു പ്ലേസിലോട്ട് അബാൻഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ ഒരു വേറൊരു കൺട്രി ആയിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് കൺസിഡർ ചെയ്തേക്കുവാണ് സംഭവം. എന്നിട്ട് ഈ പാസ്പോർട്ടിലൊക്കെ സീല് വെച്ച് കൊടുക്കുന്നതാണ് പറയുന്നത്. എന്താണെന്നറിയില്ല, ഇത് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴാണ് സുജിത് ഭക്തൻ്റെ ആ വീഡിയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്.
സംഭവം തന്നെ ഇവിടെ എത്തിയപ്പോൾ സംഭവം തന്നെ കോമഡി സീനുകൾ വരുമെന്ന്. ഇത് കണ്ടോ, അജീമ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇതാ ഉസൂപ്പിയ, ഇതെങ്ങാണ്ടാണ് അവരുടെ ഓഫീസായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തെന്നായാലും കൊള്ളാം. അപ്പോൾ ഇത് റിപ്പബ്ലിക് ഓഫ് ഉസോപ്പിയയിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തോ വാൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒരു സങ്കേതമായിട്ട് അവരൊരു രാജ്യമാക്കി മാറ്റിയതാന്നുള്ള സെറ്റപ്പിലേക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ നമുക്കത് നോക്കി നോക്കാം എന്താണ്. ഇതാണ് അവരുടെ ചിഹ്നം, റിപ്പബ്ലിക് ഓഫ് ഉസോപ്പിയയുടെ അവരുടെ ചിഹ്നം. ഫ്ലാഗിലേക്ക് അവരുടെ ഫ്ലാഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉസ് കണ്ടോ, ഉസ്. ഇതൊക്കെ പല ഇതായിട്ട് ഭാഷകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചേക്കുന്നത്. ഇംഗ്ലീഷിലുണ്ട്, ഇത് ഓരോരോ ഭാഷകളാണ്. ഇതൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഓരോന്താ ഇംഗ്ലീഷിൽ വയ്ക്കുക. എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ലിവ് റിവർ വെൻലി ആൻഡ് റിവർ വെൻലി ഹാസ് റൈറ്റ് ടു ഫ്ലോ ബൈ എവ്രി വൺ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഗൈസ് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്. അതുപോലെ തന്നെ പഞ്ചാബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പല പല ഭാഷകളിലായിട്ട് ഇവർ കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പുറത്ത് റഷ്യനിലും ചൈനീസിലും അങ്ങനെ പല പല ഭാഷകളിലായിട്ട് അവർ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ അനുഭവങ്ങൾ തന്നെ. എന്തായാലും അടിപൊളി തന്നെ. ഇതൊക്കെ ഈ ഒരു റാൻഡമായിട്ട് കണ്ടതാണ്. അതായത് നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വേറൊരു സ്ഥലം നോക്കി നമ്മൾ ഗൂഗിൾ മാപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ റാൻഡമായിട്ട് ഇതിലേക്ക് കയറുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പോയി. ഈ വ്ളോഗ് ഭയങ്കര വലുതായി പോയി. അപ്പോൾ എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് നിർത്താണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ ഫുഡ്, ഇപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതുവരെ തിരിച്ചു പോകും. ഇനിയും ടൈമുണ്ട് നമുക്കിവിടെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ഇപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്ളോഗ് കാണാതെ, പഴയ വ്ളോഗ് ഉണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ട്, അത് കാണാതെ ഇത് വന്ന് കാണുന്നവരാണെങ്കിൽ അത് കാണാം. കാരണം അത് കാണുമ്പോഴൊരു കണക്ഷൻ കിട്ടുള്ളൂ, എങ്ങനെ ഇവിടെ വന്ന് ഉള്ള കാര്യങ്ങളെന്നെല്ലാം. സോ അത്രേ ഉള്ളൂ. ബൈ ഫോർ നൗ, ബൈ.